കാലത്ത് തന്നെ രണ്ട് അഭിഷേകുമാരും ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു ധാരണയില്ല. പക്ഷെ രണ്ടുപേരും അങ്ങ് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും കയറി അങ്ങ് ഇടപെടും. സംസാരിക്കരുത്, ഈ ടോപ്പിക് ഇവിടെ പറയരുത്, അത് പറയരുത്, ഇത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഇവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് വീട്ടിലുള്ള ഒരാൾക്ക് പോലും ഒരു ഐഡിയ ഇല്ല. ഒരാളുടെ ഐഡിയോളജി പറയുന്നു, മറ്റാളുടെ ഐഡിയോളജി പറയുന്നു. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ അതിര് കടക്കുന്നു എന്ന് തോന്നിയ സമയത്ത് അവിടെ ബിഗ് ബോസ് രണ്ട് അഭിഷേകുമാരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല, ഒരു കമ്മ്യൂണിറ്റിയെയോ അതുപോലെ തന്നെ രാഷ്ട്രീയമായോ ഇവിടെ സംസാരിക്കാനായിട്ട് പാടില്ല എന്നെല്ലാം ഒരു വാർണിംഗ് കൊടുത്തു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് തമ്മിലാവാം, പക്ഷേ ഒന്നും അതിര് വിടരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതിനുശേഷം സായി വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത്. അഭിഷേക്, നീ പറയുന്നത് എന്താണെന്ന് ഇവിടെയുള്ള ആർക്കും തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പൊ നീ ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെ ശരിയാകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൂജ വന്ന അബീരടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അബീരടുത്ത് പറയുന്നുണ്ട്, അവന് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവന് ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സ് ആയിട്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അവൻ ഈ കമ്മ്യൂണിറ്റിക്ക് എതിരല്ല, നിങ്ങൾക്കെതിരല്ല, ഒന്നിനും എതിരല്ല. അവൻ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് മോശമായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് എതിരെ. അതാണ് അവൻ പറയുന്നത് എന്ന് പൂജ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അബിയുടെ. അപ്പൊ അബി പറയുന്നു, ഇന്നലെ ജാൻമണിയെ നോമിനേറ്റ് ചെയ്തത് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് എന്നാണ് അഭിഷേക് പറഞ്ഞത് എന്ന്. അപ്പൊ അത് കേട്ട വഴിക്ക് അഭിഷേക് പറഞ്ഞു, ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നല്ല പറഞ്ഞത്, ട്രാൻസ്ജെൻഡർ എന്ന ഹുങ്ക് ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ജാൻമണിക്ക് ട്രാൻസ്ജെൻഡർ എന്ന ഹുങ്ക് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് അഭിഷേക് അത് തിരുത്തുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ അത്ര പെട്ടെന്നൊന്നും യോജിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും സംസാരിക്കാനിരുന്നാലും അത് ഉഗ്രം വഴക്കിലേക്ക് എത്തുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി ഗെയിം വരുന്ന സമയത്ത് പോലും ഇവർ ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.